നമസ്കാരം. പൊളി ടോക്സിലേക്ക് വീണ്ടും സ്വാഗതം. നമസ്കാരം. അങ്ങനെ വയനാട്ടിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. വയനാട്ടിൻ്റെ കാര്യത്തിൽ തീരുമാനമായി എന്ന് പറഞ്ഞാൽ പ്രിയങ്ക മത്സരിക്കാൻ വേണ്ടി വരുന്നതല്ല, ഇത് നെഹ്റു കുടുംബത്തിൻ്റെ ഒരു കുത്തക സീറ്റായി വയനാട് മാറുന്നു എന്നുള്ളതാണ്. കാരണം കോൺഗ്രസ്സിന് ഭയങ്കര ഈസിയായി ജയിക്കാവുന്ന കേരളത്തിലെ ഏക മണ്ഡലം എന്ന് പറയാവുന്നത് വയനാടാണ്. ആ വയനാട് വളരെ സുരക്ഷിതമായ മണ്ഡലമായി ഈ നെഹ്റു കുടുംബമെന്നോ അല്ലെങ്കിൽ ഗാന്ധി കുടുംബം എന്നൊക്കെ പറയാവുന്ന അവർ കൈവശപ്പെടുത്തിയിരിക്കുന്നതാണ് ഏറ്റവും വലിയ സംഭവം. യഥാർത്ഥത്തിൽ ഇത്രയൊക്കെയുള്ള ഈ നാടകത്തിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. ഈ നാടകത്തിൻ്റെ ആവശ്യമുണ്ടായിരുന്നു എന്നുള്ളത് മാത്രമല്ല, ഞാൻ ശരിക്കും ഈ പ്രിയങ്ക ഗാന്ധി വന്ന് മത്സരിക്കുന്നതിന് തന്നെ ഞാൻ എതിരാണ്. ഇതൊക്കെ എന്ത് തരം രാഷ്ട്രീയമാണ് ഇവർ കളിക്കുന്നത്? അമ്മ രാജ്യസഭയിൽ, മക്കൾ രണ്ടുപേരും ലോക്സഭയിൽ. ഇതിപ്പോൾ എന്തിൻ്റെ ആവശ്യമാണ്? അവർക്കൊരു സംഘടനാ ചുമതലയുണ്ട്. ആ ചുമതല അവർ ഭംഗിയായിട്ട് നിർവഹിക്കുന്നുമുണ്ട്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇനി അവസരങ്ങൾ വരികയല്ലേ. അല്ലെങ്കിൽ തന്നെ എന്തായാലും നമുക്കറിയാം, ഇനിയിപ്പോൾ പ്രിയങ്ക ഇവിടെ മത്സരിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ, അടുത്ത തവണ അമേഠിയിൽ പ്രിയങ്ക അല്ലെങ്കിൽ റായ്ബറേലിയിൽ പ്രിയങ്കയോ രാഹുലോ ആയിരിക്കുമല്ലോ. ആ വെച്ചുമാറ്റലാണല്ലോ നടക്കാൻ പോകുന്നത്. അപ്പം പിന്നെ ഇതൊക്കെ വെറുതെ ഒരു വല്ലാത്തൊരു എക്സസൈസാണ്. ഒന്നാമത്തെ കാര്യം, നമ്മൾ നേരത്തെ സംസാരിച്ച പോലെ രാഹുൽ ഗാന്ധി ഇത് നേരത്തെ പറയേണ്ട ഒരു കാര്യമായിരുന്നു. കാരണം ഇത്രയും പൈസ വെറുതെ ദുർവ്യയം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്തിന് പറ്റാത്ത കാര്യമാണ്. എന്തിനാണ് സോണിയ കേരളത്തിലെ പോലെ ഒരു സ്ഥലത്ത് ഒരുപാട് അവശിഷ്ട കോൺഗ്രസ് എന്നൊക്കെ പറയാവുന്ന ഒരു സ്ഥലം കൂടിയാണ്. അപ്പൊ അവിടെ എത്രയോ നേതാക്കളെ, എത്രയോ ചെറുപ്പക്കാരും ഒക്കെ ഉള്ള ഒരു സ്ഥലത്ത് ഇവരെ തീരുമാനിക്കേണ്ടിയിരുന്നത് ഇവിടുത്തെ ഒരു ചെറുപ്പക്കാരൻ തന്നെ മത്സരിച്ച് വരട്ടെ എന്നുള്ളൊരു ശബ്ദമായിരുന്നു കോൺഗ്രസിൽ നിന്നും ഉണ്ടാകേണ്ടത്. യഥാർത്ഥത്തിൽ ഇത് നേരെ തിരിച്ചാണ്. ജയിക്കുമോ തോൽക്കുമോ എന്നുള്ളതൊന്നും ചർച്ചാ വിഷയമല്ലാത്തതുകൊണ്ട് അതിലേക്കൊന്നും നമ്മൾ കടക്കേണ്ട കാര്യം പോലുമില്ല. പക്ഷെ തീരുമാനം തെറ്റാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ ആയിരുന്നില്ല വേണ്ടിയിരുന്നത്. കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ തന്നെ മത്സരിച്ച് വരണം. ഷുവർ സീറ്റാണ് ആയിക്കോട്ടെ, പക്ഷെ ഒരു കോൺഗ്രസ് പ്രവർത്തകന് മത്സരിച്ച് വരാനുള്ളൊരു അവസരം കൊടുക്കണമായിരുന്നു. ഇപ്പോൾ പ്രിയങ്കയ്ക്ക് വേണമെങ്കിൽ അടുത്ത തവണ വീണ്ടും വരാം. ഇപ്പോൾ ഇവർ മൂന്നുപേരും കൂടി, മോദി എന്നും ആരോപിക്കുന്ന ഈ കുടുംബ ആധിപത്യത്തിന് വേണ്ടി വീണ്ടും ശബ്ദമുയർത്തുന്ന ഒരു തരത്തിലേക്ക് ഇത്തരത്തിലുള്ളൊരു തീരുമാനം കോൺഗ്രസ് എടുത്തതിൻ്റെ അല്ലെങ്കിൽ ഒരു നിർണായക അവസ്ഥ ഉണ്ടാകണം. ഇതൊന്നും ഇല്ലാത്തൊരു കാലത്ത് അനാവശ്യമാണെന്നാണ് എനിക്ക് തോന്നിയത്. ഈ സോണിയ ഗാന്ധി യഥാർത്ഥത്തിൽ ഈ റായ്ബറേലിയിൽ നിന്ന് മാറുന്ന സമയത്ത് അന്ന് ഹിന്ദി ഹൃദയഭൂമിയിൽ അതിശക്തയായ സ്ഥാനാർത്ഥിയായി പ്രിയങ്ക വരും എന്നായിരുന്നു പ്രചരിപ്പിച്ചിരുന്നത്. മാധ്യമങ്ങളൊക്കെ ആ രീതിയിൽ തന്നെ, ദേശീയ മാധ്യമങ്ങളൊക്കെ ആ രീതിയിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്തു. പ്രിയങ്ക തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് വരുന്നു. കാരണം ഇതുവരെ അവർ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം നിന്നൊക്കെ മാറി നിൽക്കുകയായിരുന്നു. അവർ സംഘടനയിൽ തന്നെ വളരെ സജീവമാകുന്നത് 2019 അതുവരെ അവർ സംഘടനയിൽ തന്നെ വളരെ മാറി നിൽക്കുമായിരുന്നു. അപ്പോൾ വേണമെങ്കിൽ ഇത്തവണ അവർക്ക് റായ്ബറയിലോ അല്ലെങ്കിൽ അമേഠിയിലോ മത്സരിക്കാവുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അമേഠിയിൽ എന്തായാലും മത്സരിക്കാൻ റെഡിയല്ല എന്ന് രാഹുൽ ഗാന്ധി തീരുമാനിച്ചപ്പോൾ തന്നെ നമുക്കറിയാമായിരുന്നു ഇത് വേറെ ചില അഡ്ജസ്റ്റ്മെൻറ്റുകൾക്ക് വേണ്ടിയിട്ടാണ്. കാരണം ഈ സമയത്ത് അമേഠിയിൽ രാഹുൽ ഗാന്ധിയും റായ്ബറയിൽ പ്രിയങ്ക ഗാന്ധിയും മത്സരിക്കുകയും നേരത്തെ തന്നെ സോണിയാഗാന്ധി രാജ്യസഭയിൽ എത്തുകയും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും ഹിന്ദി ഹൃദയഭൂമിയിൽ വലിയ രീതിയിലുള്ള പ്രചരണം അഴിച്ചുവിടും BJP എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പ്രത്യേകിച്ചിട്ട് മോദി ഈ കോൺഗ്രസിനെതിരെ ഉന്നയിക്കുന്ന ഏറ്റവും വലിയ ആരോപണം എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൽ ദീർഘകാലമായി നിൽക്കുന്ന ഈ കുടുംബാധിപത്യം തകർക്കണം എന്നും അല്ലെങ്കിൽ ഞങ്ങളുടെ പാർട്ടി അത്തരത്തിലുള്ള കുടുംബാധിപത്യത്തെ ഒരു കാരണവശാലും പിന്നെ വച്ചു പൊറപ്പിക്കില്ല എന്നൊക്കെ ആയിരുന്നല്ലോ. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴും അവരുടെ ആർഗ്യുമെന്റ്സും തീർന്നു. എല്ലാ മക്കളും മരുമക്കളും തന്നെയാണെന്നുള്ള കാരണം മുഖ്യമന്ത്രി ആവുന്നു, ഉപമുഖ്യമന്ത്രി മകനാവുന്നു, അല്ലെങ്കിൽ കേന്ദ്രത്തിൽ അദ്ദേഹത്തിന്റെ മകള് ഭർത്താവ് പോകുന്നു. അങ്ങനെയൊക്കെയുള്ള രീതിയായി അവിടെയും മാറിയിട്ടുണ്ട്. UPA NDA എന്ന് പറയുന്ന സാധനവും ഇതുപോലത്തെയുള്ള മക്കളും മരുമക്കളും ഭാര്യയും ഭർത്താവും ഒക്കെ എന്ന് പറഞ്ഞ രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. പക്ഷെ എങ്കിൽ പോലും ഇവിടെ ഇത് ഒഴിവാക്കാമായിരുന്നു. കാരണം ഇത്തവണ ഈ രാഹുൽ ഗാന്ധി ഇവിടെ വരുന്നത് നേരത്തെ തന്നെ ഒഴിവാക്കിയിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു ഹിന്ദി ഹൃദയഭൂമിയിൽ കുറച്ചും കൂടി നല്ല റിസൾട്ട് ശരിക്കും കോൺഗ്രസിനുണ്ടായിരുന്നെന്നാണ്. അത് ആദ്യം തന്നെ പ്രഖ്യാപിക്കണമായിരുന്നു, ഞാൻ എന്തായാലും വയനാട്ടിലേക്ക് ഇല്ലെന്നും ഇത്തവണ റായ്ബറേലിയിലോ അമേഠിയിലോ ഞാൻ മത്സരിക്കുന്നു അന്ന് നേരത്തെ തന്നെ പറയാനുള്ള ഒരു ആർജവം കാണിച്ചില്ല എന്ന് മാത്രമല്ല, റായ്ബറേലിയിൽ മത്സരിക്കുന്നത് പോലും നോമിനേഷൻ കൊടുക്കുന്ന അന്ന് രാവിലെ പ്രഖ്യാപിക്കുന്നത് രാവിലെ 10 മണിക്ക് പ്രഖ്യാപിക്കുകയും 1 മണിക്ക് നോമിനേഷൻ കൊടുക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് നമ്മൾ കണ്ട്. അപ്പോൾ എന്തിനു വേണ്ടിയാണ് ഈ ഒളിച്ചുകളി എന്നുള്ളത്? പ്രത്യേകിച്ചിട്ടും രാഹുൽ ഗാന്ധിയെ പോലുള്ളൊരു നേതാവ്, കോൺഗ്രസിന്റെ നേതാവ് നേരത്തെ തന്നെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു പ്രവർത്തനം കാഴ്ചവെക്കണമായിരുന്നു. പക്ഷെ അദ്ദേഹം ഇവിടുത്തെ മത്സരിക്കുന്ന കാര്യത്തിൽ അദ്ദേഹത്തിലൊരു ഒളിച്ചുകളി നടന്നു. എനിക്ക് തോന്നുന്നു അദ്ദേഹം വയനാട്ടിൽ മത്സരിക്കാൻ വേണ്ടി യഥാർത്ഥത്തിൽ ഇത്തവണ തീരുമാനിച്ചിട്ടില്ല ആയിരുന്നു എന്നുള്ളതാണ്. ഇവിടെയുള്ള കോൺഗ്രസ്സുകാരുടെ നിർബന്ധവും പ്രത്യേകിച്ചിട്ട് ഈ ഹൈക്കമാൻഡിന്റെ
വലിയ മുതലാളി എന്നറിയപ്പെടുന്ന KC വേണുഗോപാൽ ഇദ്ദേഹത്തെ കൊണ്ട് പെടുത്തിയതാണ് എന്നുള്ളതാണ് അന്ന് തോന്നിയത്. പക്ഷെ ഇത് യഥാർത്ഥത്തിൽ അങ്ങനെ ആയിരുന്നില്ല. ഇതൊരു ക്ലെയിമിന് വേണ്ടി ഇവിടെ പിടിച്ചു വെക്കുകയും അവസാനം ഒരുമിച്ച് സഹോദരങ്ങൾ മത്സരിക്കുന്നു എന്നുള്ള ഒരു പ്രവണത വലിയ മോശമായ പ്രവണതയായി മാറാതിരിക്കാൻ വേണ്ടിയിട്ട് അത് അവിടെ വയ്ക്കുകയും പിന്നീട് കഴിഞ്ഞ ദിവസങ്ങളിൽ വയനാട്ടിൽ വന്ന രാഹുൽ ഗാന്ധി ജനങ്ങളോട് നന്ദി പറയുകയും നിങ്ങളെ നിരാശപ്പെടുത്തില്ലെന്നും മറിച്ച് എന്നെക്കാൾ വലിയ വേറൊരു കുറച്ചും കൂടി വലിയൊരു സ്ഥാനാർത്ഥി നിങ്ങൾക്ക് വരും എന്നുള്ള രീതിയിൽ ചില സൂചനകൾ കൊടുക്കുകയൊക്കെ ചെയ്തിട്ടാണ് അദ്ദേഹം ഇവിടുന്ന് പോയത്. ഇത് അപ്പൊ തന്നെ വേണമെങ്കിൽ അദ്ദേഹത്തിന് പ്രഖ്യാപിക്കാമായിരുന്നു, അതും പ്രഖ്യാപിച്ചില്ല എന്നുള്ളതാണ്. നമ്മൾ എന്നേക്കാൾ വലിയ സ്ഥാനാർത്ഥി എന്നുള്ളതല്ലല്ലോ, കോൺഗ്രസ്സുകാരനായ ഒരാൾ വരുമെന്നുള്ളതാണ് അതിന്റെ അകത്ത് രാഹുൽ ഗാന്ധിയുടെ വോയിസ് എന്ന് വേണ്ടത്. അതെ, പക്ഷെ അങ്ങനെയല്ല സംഭവിച്ചതാണ്. അത് അത്തരത്തിലുള്ള ഒരു പ്രഖ്യാപനം തന്നെ ശരിയല്ല. അല്ലെങ്കിൽ തന്നെ ഒരു കാലത്ത് കോൺഗ്രസിൽ നേതാക്കന്മാർക്ക്, കോൺഗ്രസിന്റെ ആദ്യകാലത്തൊക്കെ നേതാക്കൾക്ക് സംഘടനാ പ്രവർത്തനത്തിലായിരുന്നു കൂടുതൽ താല്പര്യം. സംഘടനാ പ്രവർത്തനത്തിലുള്ള എല്ലാവരും, എന്തിന് പൊളിറ്റിക്കൽ ജനറൽ സെക്രട്ടറി പോലും MP ആയി പാർലമെന്റിൽ എത്തുമ്പോൾ ഈ സംഘടനയെ ചലിപ്പിക്കേണ്ടത് ആരാണ് എന്നുള്ള വലിയ ചോദ്യം നമ്മൾ ഈ കോൺഗ്രസ് ഇന്ന് ഈ അവസ്ഥയിലാവാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ഇതിനു മുന്നേ ഉണ്ടായിരുന്ന 10 വർഷത്തെ ഭരണമായിരുന്നു. UPA 10 വർഷത്തെ ഭരണത്തിൽ യഥാർത്ഥത്തിൽ കോൺഗ്രസിന്റെ എല്ലാ നേതാക്കന്മാരും മന്ത്രിയോ അല്ലെ MLA മാരോ രാജ്യസഭാംഗമൊക്കെ ആയിരുന്നു എന്നുള്ളതാണ്. അപ്പൊ ജനങ്ങളിൽ നിന്ന് അവർ അകന്നുപോയി. കാരണം ഇവര് ഈ ദന്തഗോപുരങ്ങളിൽ വസിക്കുന്നവരായി മാറുകയും കോൺഗ്രസിനെ എന്തെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിവുമായിരുന്ന പ്രണബ് മുഖർജിയെ പിടിച്ച് രാഷ്ട്രപതിയാക്കിയതോടുകൂടി സ്ട്രാറ്റജിക്കലി കോൺഗ്രസ് എടുക്കുന്ന തീരുമാനങ്ങൾ അത്ര നല്ല രീതിയിലല്ല പോകുന്നതെന്ന് നമുക്ക് കാണാം കുറെ കാലങ്ങളായിട്ട്. അതിന്റെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് സംഘടനയെ നയിക്കാൻ. അങ്ങനെയാണെങ്കിൽ എന്തിനാണ് ഇവർക്ക് സംഘടനയുടെ നേതൃത്വത്തിലേക്ക് വേണമെങ്കിൽ കൊണ്ടുവരാലോ ഈ പ്രിയങ്ക ഗാന്ധിയെ. ഇവരെല്ലാവരും കൂടെ പാർലമെന്റിൽ പോയി എന്തിനാണ് അവിടെ പോയിരുന്ന് ഈ പഴിയെല്ലാം കേൾക്കുന്നതിന്റെ വല്ല ആവശ്യമുള്ള കാര്യമേ അല്ല. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, അത്തരത്തിലുള്ള സ്ട്രാറ്റജിക്കലായിട്ടുള്ള സംഘടനാ പ്രവർത്തനത്തെ ചലിപ്പിക്കുന്നതിനുള്ള ഒരു തീരുമാനവും ഇത്രയും വലിയ വിജയമുണ്ടായിട്ടും കോൺഗ്രസ് മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല എന്നുള്ളതാണ് ഞാൻ നോക്കിയിട്ട് ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ ഫെയിലിയറും ഈ തീരുമാനത്തിന്റെ പിന്നിലുള്ള ഏറ്റവും വലിയ തകർച്ചയും അതാണെന്ന് എനിക്ക് തോന്നുന്നു. ഇതിപ്പം ഇന്നിപ്പം രമേശ് ചെന്നിത്തല പറയുന്നൊരു സംഭവം എന്ന് പറഞ്ഞാൽ പ്രിയങ്ക ഗാന്ധിക്ക് ഈ വയനാട്ടിൽ രാഹുൽ ഗാന്ധി കിട്ടിയതിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷം കിട്ടുമെന്നും അവർക്ക് വലിയ ഭൂരിപക്ഷത്തിലേക്ക് അവർ ജയിപ്പിക്കുക സ്വാഭാവികമായിട്ട് അവിടെ ജയിപ്പിക്കാൻ പറ്റും. കാരണം ഏറ്റവും കൂടുതൽ UDF ഏറ്റവും കൂടുതൽ അപ്രമാദത്തുള്ള ഒരു മണ്ഡലം തന്നെയാണ് വയനാട് രൂപീകരിച്ചതിന് ശേഷം. തിരഞ്ഞെടുപ്പും ഭൂരിപക്ഷവും അല്ലല്ല, അതിൽ ഒരു വിഷയമില്ല. അപ്പം ഇനിയിപ്പം നമ്മൾ വേറൊരു സംഭവം, ഇപ്പൊ ചേലക്കരയില് ഉപതെരഞ്ഞെടുപ്പ് വരുന്നു, അതുപോലെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വരുന്നു, 2 MLA-മാര് MP ആയി മാറിയിരിക്കുന്നു. ഇപ്പം ആറ്റിങ്ങലിൽ ജയിക്കാതെ ഉണ്ടായി, അല്ലെങ്കിൽ ജോയി ജയിക്കുകയായിരുന്നെങ്കിൽ തോറ്റുപോയോണ്ടാണ്, ജയിക്കുകയായിരുന്നെങ്കിൽ വീണ്ടും അവിടെ ഒരു ബൈ ഇലക്ഷൻ വരുന്നു. ഇപ്പൊ കേരളം വീണ്ടും ഒരു ഇലക്ഷൻ ഫീവറിലേക്ക് പോകുന്നല്ലേ നമ്മൾ കാണേണ്ടത്. കുറച്ച് നാളുകൂടെ എടുക്കും, ചിലപ്പോൾ അത് വളരെ പെട്ടെന്ന് തന്നെ ചിലപ്പോൾ സംഭവിക്കാം. 2-3 മാസത്തിനിടയിൽ ഇപ്പോൾ ഓണത്തിന്റെ ആ സമയത്ത് ചിലപ്പം കേരളത്തിൽ ഒരു ഇലക്ഷൻ ഫീവർ ഉണ്ടാവാനുള്ള സാധ്യതയാണ്. അപ്പോൾ നമ്മൾ നോക്കേണ്ട ഒരു സംഭവം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഈ 3 ഫീവറും ശരിക്കും അടിച്ചേൽപ്പിച്ചതാണ് എന്നുള്ളതാണ്. രാഷ്ട്രീയ പാർട്ടികളുടെ ചില തന്ത്രങ്ങളുടെ ഭാഗമായിട്ട് ഈ ചേലക്കരയിലായാലും ശരി, കുതന്ത്രം അതാണെങ്കിൽ അങ്ങനെയും പറയാം. പാലക്കാടും അതുപോലെ തന്നെ ചേലക്കരയിലായാലും ഈ വയനാട്ടിലായാലും ഇലക്ഷൻ അടിച്ചേൽപ്പിച്ചു എന്നുള്ളതാണ്. അപ്പം എന്താ നമ്മൾ നോക്കൂ, ശരിക്കും 7, 1, 8, 9 നിയമസഭ അസംബ്ലി മണ്ഡലങ്ങളിലാണ് ഇനി വീണ്ടും ബൈ ഇലക്ഷൻ വരാൻ പോകുന്നത്. അപ്പോൾ പൊളിറ്റിക്കൽ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഉത്സവ പ്രതീതി മാത്രമാണ് അവർക്ക്. പക്ഷേ രാജ്യത്തിന്റെ പണമാണ് നഷ്ടപ്പെടുന്നതെന്നും എത്ര രൂപയാണ് നഷ്ടപ്പെടുന്നതിനെ കുറിച്ചിട്ട് യാതൊരു ഇതില്ല. നികുതി ഇനത്തിൽ നഷ്ടപ്പെടുന്നത് മാത്രമല്ല, ഇലക്ഷൻ ഫണ്ട് മറ്റേന്നൊക്കെ പറഞ്ഞ് വീണ്ടും ജനങ്ങൾക്ക് വലിയ ഭാരമാണ് ഉണ്ടാകാൻ പോകുന്നത്. ഇത്തരത്തിലുള്ള ഒരു സാഹചര്യങ്ങൾ ഇനിയെങ്കിലും ഉപേക്ഷിക്കണം എന്നുള്ളതാണ്. ഇപ്പം രാജ്യത്ത് നേരത്തെ പല ഇന്ദിരാഗാന്ധി അടക്കം പല നേതാക്കന്മാരും ഇത്തരത്തിൽ 2 മണ്ഡലങ്ങളിൽ മത്സരിക്കുകയും ഒരെണ്ണം രാജിവെക്കുകയൊക്കെ ചെയ്ത് ചരിത്രമൊക്കെ നേരത്തെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇദ്ദേഹം ചോദിച്ചിട്ടുണ്ട്, VD സതീശൻ ആദ്യമായിട്ടാണോ ആരെങ്കിലും ഇങ്ങനെ 2 സീറ്റുകളിൽ മത്സരിക്കുന്നത്? ഇതൊക്കെ നേരത്തെ പതിവുള്ളതാണെന്നും ഇത്തരത്തിലുള്ള മത്സരമൊക്കെ നേരത്തെ നടന്നിട്ടില്ലെന്നൊക്കെയാണ്. പക്ഷേ ഇത് പണ്ടുണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ വീണ്ടും വീണ്ടും ഇത് ആവർത്തിക്കപ്പെടുന്നു എന്നൊക്കെ പറയുമ്പോഴേക്കും കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ 2 മത്സരിച്ചത് ജയിച്ചിട്ടുള്ള ആള് KK കരുണാകരൻ മാത്രം. അതിനുശേഷം നേമത്ത് രാജിവെച്ചതിന് ശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പരാജയപ്പെടുകയും. അപ്പൊ അത്തരം ചരിത്രങ്ങളും മുന്നിലുണ്ട്. അല്ല, ഇത് ഈ ഭയമാണല്ലോ യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധിയെ കഴിഞ്ഞ പ്രാവശ്യം വയനാട്ടിലും അമേഠിയിലും മത്സരിപ്പിക്കാൻ വേണ്ടി പ്രേരിപ്പിച്ചത്. അപ്പോൾ അമേഠിയിൽ തോറ്റുപോകാനുള്ള കാരണവും അദ്ദേഹം വയനാട്ടിൽ വന്ന് മത്സരിച്ചുകൊണ്ടാണെന്നുള്ളതാണ്. വയനാട്ടിൽ വന്ന് മത്സരിച്ചു, അതുപോലെ തന്നെ ലീഗിന്റെ പച്ചക്കൊടി വലിയ വിഷയമായിരുന്നു, അന്ന് ചർച്ചാ വിഷയമായി. അങ്ങനെ
പലവിധ പ്രശ്നങ്ങൾ കാരണമാണ് അമേഠിയിൽ കഴിഞ്ഞ പ്രാവശ്യം ലീഗിന്റെ പച്ചക്കൊടിയേക്കാൾ താമരക്കൊടി പ്രശ്നമായതുകൊണ്ടാണ് ഇത്തവണ മാറിയത്. ഇത്തവണ മാറിയത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രവണതകളുമായി ഇനിയും രാഷ്ട്രീയ പാർട്ടികൾ ഈ പോവാതിരിക്കുന്നതാണ് നല്ലത്. ജനങ്ങളോടുള്ള വെല്ലുവിളി കൂടിയാണ് ഇത് എന്നുള്ളതാണ് അഭിപ്രായപ്പെടേണ്ടത്. അതുകൊണ്ട് സോണിയാഗാന്ധി അവിടെ വരും, അവർ വലിയ രീതിയിൽ വോട്ട് മേടിക്കും, പ്രിയങ്ക ഗാന്ധി അവിടെ മത്സരിക്കുകയും ജയിക്കുകയൊക്കെ ചെയ്യും. ഇപ്പം ഇന്നിപ്പോൾ ആനിരാജന്റെ ഒരു പ്രസ്താവന വന്നെന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീയെ സ്ഥാനാർത്ഥിയാക്കി എന്നുള്ളത് UDF സ്ഥാനാർത്ഥിയാക്കുന്നു എന്നുള്ളതിൽ വലിയ അഭിമാനകരമാണ് എന്നുള്ള രീതിയിലുള്ള ഒരു പ്രസ്താവനയാണ് ഈ ഇവരുടെക്കെന്ന് വന്നിട്ടുള്ളത്. അപ്പം യഥാർത്ഥത്തിൽ UDFന് അല്ലെങ്കിൽ LDFന് ഒന്നും കേരളത്തിൽ നിന്ന് ഈ തവണ ഒരു സ്ത്രീയെ പോലും അയക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് പ്രിയങ്ക വന്ന് ഒരു ദേശീയ നേതാവ് വരുന്നു എന്നുള്ളൊരു പ്രത്യേകതയും ഒരു സ്ത്രീയാണെന്നുള്ള പ്രത്യേകതയും പിന്നെ പ്രിയങ്ക ഗാന്ധിയുടെ കന്നി മത്സരമാണ് വയനാട്ടിൽ നടക്കാൻ പോകുന്നതെന്നും അവരുടെ രാഷ്ട്രീയ ഭാവി തീരുമാനിക്കാൻ വേണ്ടി കേരളത്തിലെ വോട്ടർമാർ തയ്യാറാവുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വലിയ രീതിയിലുള്ള ഇത്തരത്തിലുള്ള പ്രചരണ ആയുധങ്ങൾ കേരളത്തിൽ വേറെ വനിതകളുണ്ടെന്നും അവർക്കൊക്കെ മത്സരിക്കാനുള്ള പക്വതയൊക്കെ ഉണ്ട് എന്നുള്ളത് കൂടെ പറയണം. അപ്പൊ അവർക്കൊന്നും അവസരം കിട്ടാതെ ശരിക്കും പറഞ്ഞ കേരളത്തിൽ വളരെ ഇനിയിപ്പോ ആനിരാജയ്ക്ക് അതേ പറയാൻ പറ്റുള്ളൂ, കാരണം മച്ചാമച്ചായിട്ട് നിൽക്കുമല്ലോ. അതുകൊണ്ട് ഇപ്പൊ ശരിക്കും പറഞ്ഞ ഈ ഇടത് പാർട്ടികളെല്ലാം ഈ പ്രിയങ്ക ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം വലിയ പ്രതിസന്ധിയിലാക്കുന്നു എന്നുള്ളതാണ്. ദേശീയ തലത്തിൽ ഒരു ദേശീയ നേതാവ് വീണ്ടും ഇവിടെ വന്ന് മത്സരിക്കുന്ന സമയത്ത് പ്രത്യേകിച്ചിട്ടും ഈ പ്രിയങ്ക ഗാന്ധിയാണ് വയനാട്ടിൽ മത്സരിക്കുന്നുള്ളതുകൊണ്ട് തന്നെ നാഷണൽ ലെവലിൽ വലിയ രീതിയിൽ, കാരണം പാർലമെന്റിലേക്ക് ഏക ബൈ ഇലക്ഷൻ നടക്കുന്ന സ്ഥലമാണ് വയനാട് എന്നുള്ളതും പ്രിയങ്ക ഗാന്ധി മത്സരിക്കുന്നുള്ളതുകൊണ്ട് വലിയ വാർത്താ പ്രാധാന്യം കിട്ടുന്ന സ്ഥലമാണ്. അതുകൊണ്ട് BJPക്ക് വോട്ട് കൂടാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ മത്സരിക്കുന്നു എന്നാണ് ഇന്ന് ബിനോയ് വിശ്വം CPIയുടെ സംസ്ഥാന സെക്രട്ടറി പറയുന്നത്. അതുകൊണ്ട് ഞങ്ങൾ സ്ഥാനാർത്ഥിയെ നിർത്തും എന്നാണ് പറയുന്നത്. അപ്പോൾ BJP നേതൃത്വം പറയുന്നത് ഇത് അടിച്ചേൽപ്പിച്ചാണെന്നും രാഹുൽ ഗാന്ധിയുടെ രണ്ടാമത്തെ വീടാണ് വയനാട് എന്നാണ് അദ്ദേഹം പ്രഖ്യാപിച്ചത്. അപ്പോൾ രണ്ടാമത്തെ വീട് പെങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ വീടാണ്, പെങ്ങൾക്ക് കൊടുക്കാനുള്ള വീടാക്കിയിട്ടാണ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ വീട് പണിതത് എന്നുള്ള രീതിയിലേക്ക് വരെയുള്ള ചർച്ചകൾ നടക്കുന്നു. ഇനിയുള്ള ദിവസങ്ങളിൽ ഈ പ്രിയങ്ക ഗാന്ധിയും അവരുടെ സ്ഥാനാർത്ഥിത്വവും വയനാടും ഒക്കെ തന്നെയായിരിക്കും വലിയ ചർച്ചാ വിഷയം എന്നുള്ളത് യാതൊരു സംശയമില്ല. ഇതിനിടയിൽ വേറൊരു സാധനം പറയാനുണ്ട്. രാഹുൽ ഗാന്ധി മാറി പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ ഇലക്ഷനിൽ വരുന്ന സമയത്ത് ചിലപ്പോൾ BJP കരുണാകരന്റെ മകളെ വെച്ചുകൊണ്ട് ഇവർക്കെതിരെ പോരാടാനുള്ള ഒരു സാധ്യതയും കൂടി ഉണ്ട്. അതുകൊണ്ടാവും. അതെ, ഒരു രാഹുൽ ഗാന്ധിയുടെ രാഹുൽ ഗാന്ധി മത്സരിക്കാൻ വേണ്ടി വന്ന പോലെയല്ല, പ്രിയങ്ക ഗാന്ധി മത്സരിക്കുന്ന സമയത്ത് കരുണാകരന്റെ മകളായ പത്മജ വന്ന് അവർക്കെതിരെ മത്സരിക്കുകയും ചെയ്യുമ്പോൾ മൊത്തത്തിൽ വലിയ രീതിയിൽ ആ ഇലക്ഷൻ കൗതുകരമായിരിക്കും. CPI ഒന്നുകൂടെ ആനിരാജയെ കൂടെ ഇറക്കണം. ആനിരാജയും കൂടി ഇറക്കാം. അപ്പൊ മൂന്ന് സ്ത്രീകൾ തമ്മിലുള്ള വലിയ പോരാട്ടം നടക്കട്ടെ എന്ന് തന്നെ പറയണം.